Good morning, students. നമുക്ക് 1.5 converting initial value problem to Volterra equations നോക്കാം. അപ്പോൾ കൺവേർട്ടിംഗ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഫോർമുല പഠിക്കണം. ആ ഫോർമുല എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻറ്റഗ്രലിനെ നമ്മൾ സിംഗിൾ ഇൻറ്റഗ്രൽ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺവേർട്ടിംഗ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ടു വോൾട്ടേറ ഇക്വേഷനകത്ത് ഈ ടൈപ്പ്, അതായത് മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽസ് വരും. അപ്പോൾ അവിടെ നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് അതിനെ സിംഗിൾ ഇൻറ്റഗ്രൽ ആക്കും. അപ്പോൾ ഈ ഫോർമുല പഠിച്ചിരിക്കണം. ഫോർമുല എന്ന് പറയുന്നത് n ടൈംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അപ്പം നമ്മൾ എടുത്തേക്കുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 to x, 0 to x1, ഇൻറ്റഗ്രൽ 0 to x2, എക്സെട്ര ഇൻറ്റഗ്രൽ 0 to xn മൈനസ് 1. അപ്പോൾ ഇതെന്ന് പറയുന്നത് n ഇൻറ്റഗ്രേഷൻ ഉള്ള ഒരു മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽ ആണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റഗ്രൽ 0 ടു എക്സ് മൈനസ് ടി ഹോൾ റേസ് ടു n മൈനസ് 1. ഇവിടെ വന്നേക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എൻ എന്നാണ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ എഫ് ഓഫ് ടി ഡി ടി. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സ്പെഷ്യൽ കേസസ് പറഞ്ഞേക്കുന്നത്, നമുക്ക് മോസ്റ്റ്ലി പ്രോബ്ലത്തിനകത്ത് വരുന്ന മാക്സിമം വന്ന 4 ഇൻറ്റഗ്രൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 ഇൻറ്റഗ്രൽ വരുമ്പോൾ നമ്മൾ ഫോർമുല എങ്ങനെ, 1 ബൈ n മൈനസ് 1. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് അല്ലേ. അപ്പോൾ n ഈസ് ഇവിടെ 2 ആണ്. 2 മൈനസ് 1, അപ്പോൾ 1 ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റഗ്രൽ 0 ടു എക്സ് മൈനസ് ടി ഹോൾ റേസ് ടു 2 മൈനസ് 1. ഇവിടെ എഫ് ഓഫ് ടി എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് ടി ഡി ടി അല്ലേ, അതാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. 1 ബൈ 1 ഈസ് 1 തന്നെ. അപ്പോൾ ഇൻറ്റഗ്രൽ 0 ടു എക്സ് മൈനസ് ടി ഹോൾ റേസ് ടു 2 മൈനസ് 1 ഈസ് 1 എഫ് ടി ഡി ടി. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല, കേസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ 0 ടു എക്സ്, 0 ടു എക്സ്, 0 ടു എക്സ്, എഫ് ടി ഡി ടി ഡി ടി ഡി ടി ഈക്വൽ ടു 1 ബൈ 2 ഫാക്ടോറിയൽ 3 മൈനസ് 1 ഫാക്ടോറിയൽ വരും അല്ലേ. അപ്പോൾ 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റഗ്രൽ 0 ടു എക്സ് മൈനസ് ടി ഹോൾ റേസ് ടു 2 എഫ് ടി ഡി ടി. ഇനി ഇതിൻ്റെ രണ്ട് പ്രോബ്ലംസ് നോക്കാം. കൺവേർട്ട് ദി ഫോളോയിങ് quadruple integral to a single integral. അപ്പോൾ 4 integration symbol ഉണ്ട് അല്ലേ, 4 integral symbol ഉണ്ട്. യു ടി ഡി ടി ഡി ടി, ഇപ്പോൾ 4 ടൈംസ് ആയതുകൊണ്ട് ഡി ടി 4 ടൈംസ് എഴുതുന്നു. ഈക്വൽ ടു 1 ബൈ n മൈനസ് 1. n ഈസ് 4, സോ 3 ഫാക്ടോറിയൽ ഇൻറ്റഗ്രൽ 0 ടു എക്സ് മൈനസ് ടി ഹോൾ ക്യൂബ്, ഇവിടുത്തെ ഫംഗ്ഷൻ യു ടി ഡി ടി. ഓക്കെ, നമുക്കെന്നാൽ ഇവിടെ 3 ടൈംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 0 ടു എക്സ്, ഇൻറ്റഗ്രൽ 0 ടു എക്സ്, ഇൻറ്റഗ്രൽ യു ടി ഡി ടി ഡി ടി ഡി ടി ഈക്വൽ ടു 1 ബൈ 3 മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റഗ്രൽ 0 ടു എക്സ് മൈനസ് ടി ഹോൾ സ്ക്വയർ യു ടി ഡി ടി. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഫോർമുല വെച്ചുള്ളത് മനസ്സിലായോ? മൾട്ടിപ്പിൾ ഇൻറ്റഗ്രലിനെ സിംഗിൾ ഇൻറ്റഗ്രൽ ആയിട്ട് മാറ്റുന്നത്. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്ന പ്രോബ്ലം. Convert the following integral value problem: y triple dash minus 3y double dash minus 6y dash plus 5y equal to 0, subject to the initial condition. അപ്പോൾ y ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. ഓർഡർ 3 ആയതുകൊണ്ട് അവിടെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ ഉള്ളതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ കാണും. ഈ പ്രോബ്ലത്തിനെ നമ്മൾ വോൾട്ടേറ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ പ്രോബ്ലം ചെയ്ത് നോക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം ഗിവൺ ഇക്വേഷൻ എഴുതുക. y ട്രിപ്പിൾ ഡാഷ് മൈനസ് 3 ഡബിൾ ഡാഷ് മൈനസ് 6y ഡാഷ് പ്ലസ് 5y equal to 0, or highest പവറിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. 3y ഡബിൾ ഡാഷ് മൈനസ് 6y ഡാഷ് പ്ലസ്
5y equal, so the equation number 1. Now y triple dash equal to ഇതിനെ നമുക്ക് u of x right hand side ne u of x ആയിട്ട് എടുക്കും. Equation number 2. Equations എല്ലാം important ആണ്, നമ്മൾ ഓരോന്നും എഴുതുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യേണ്ട ഇതിനെ എന്ത് ചെയ്യണം, വോൾട്ടേറ ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ ഫോമിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻറ്റഗ്രേറ്റിംഗ് both sides of the second equation, u of x എന്ന് എഴുതിയേക്കുന്നു. both sides of 2 from 0 to x. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് കൂടെ അപ്ലൈ ചെയ്യുവാണ്. ആൻഡ് യൂസിങ് ഇനിഷ്യൽ കണ്ടീഷൻ, അപ്പോൾ ഇവിടെ വരുന്ന ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് ഓഫ് 0 ആണ്. y ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ 0 ടു എക്സ് y triple dash of t dt equal to integral 0 to x u of t dt. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y triple dash is y double dash 0 to x equal to integral 0 to x u of t dt. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് y ഡബിൾ ഡാഷ് ഓഫ് 0 മൈനസ് y ഡബിൾ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് y ഡബിൾ ഡാഷ് ഓഫ് 0. ആ y ഡബിൾ ഡാഷ് ഓഫ് 0യുടെ വാല്യൂ 1 ആണ്. സോ 1 പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു എക്സ് u ഓഫ് ടി ഡി ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയാം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, y ഡബിൾ ഡാഷ് ഓഫ് എക്സ് എത്ര ടൈംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണോ അത്രയും, അതായത് ഡെറിവേറ്റീവ് y ഓഫ് എക്സ് കൊണ്ടുവരണം. അപ്പോൾ അത്രയും ടൈംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. എഗെയിൻ ഇൻറ്റഗ്രേറ്റിംഗ് സെയിം, ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് ഏതാ ഇക്വേഷൻ 3 ഫ്രം 0 ടു എക്സ് ആൻഡ് യൂസിങ്, ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ വരുന്നത് y ഡാഷ് ഓഫ് 0 അല്ലേ. അപ്പോൾ ആ y ഡാഷ് ഓഫ് 0യുടെ വാല്യൂ 1 അതുകൂടെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റിംഗ് ഓവർ 0 ടു എക്സ് y ഡബിൾ ഡാഷ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു എക്സ് 1 ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ 0 ടു എക്സ് integral 0 to x u of t dt dt. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ y ഡാഷ് ഓഫ് എക്സ് മൈനസ് y ഡാഷ് ഓഫ് 0 ആണ്. ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ y ഡാഷ് ഓഫ് 0 ആവും, പോസിറ്റീവ് ആവും. ആ y ഡാഷ് ഓഫ് 0യുടെ വാല്യൂ 1 അല്ലേ. പ്ലസ് ഇനി അടുത്ത ഇൻറ്റഗ്രൽ 0 ടു എക്സ് 1 ഡി ടിയുടെ വാല്യൂ ടി ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വരുന്നത് എക്സ് പ്ലസ് ഇവിടുത്തെ ടേം ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഇൻറ്റഗ്രൽ 0 ടു എക്സ് യു ടി ഡി ടി എന്ന് പറയുന്നത് നമ്മൾ എന്തുവാ, ഇതൊരു മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽ ആണ്. അതിന് സിംഗിൾ ഇൻറ്റഗ്രൽ ആയിട്ട് ആക്കണം. അപ്പോൾ അവിടെ എന്തുവാ വരുന്നത്, ഫോർമുല അപ്ലൈ ചെയ്യണം. ആ ഫോർമുല എന്ന് പറയുമ്പോൾ 1/2 മൈനസ് 1 അല്ലേ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം, അത് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റഗ്രൽ 0 ടു എക്സ്
x minus t whole raised to 2 minus 1 ut dt. Single integral ayallo. That is y dash of x equal to 1 plus x plus, simplify ചെയ്തെഴുതാം, 0 to x minus t u of t dt. അപ്പോൾ ഇക്വേഷൻ നമ്പർ കൊടുക്കണം. ഇതിന് റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ളതിന് നമ്മൾ 4 എന്ന് കൊടുത്തു. റിസൾട്ട് അപ്ലൈ ചെയ്ത് കിട്ടിയതിന് 5 എന്ന് കൊടുത്തു. ഇനി y ഡാഷ് എക്സ് ഉണ്ട്. അപ്പോൾ എഗെയിൻ ഇൻറ്റഗ്രേറ്റിംഗ് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ്, ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ വന്നതിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് 4 with respect to x and using ഏതാന്നൊരു ഇനി വരുന്ന y of 0 equal to 1. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ y of x minus y of 0 എന്നാണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ 0 to x y dash of t dt equal to integral 0 to x 1 dt plus integral 0 to x t dt plus plus 3 times integration symbol. Equation 4 എന്ന് പറയുന്നത് ഒരെണ്ണം, അതായത് ഇവിടെ y dash of x equal to 1 plus, അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 times ഇൻറ്റഗ്രേറ്റ് ചെയ്യുക x minus t അല്ലല്ലോ, u of t dt. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y of x മൈനസ് y of 0 അത് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് പോകുമ്പോൾ അവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ 1 പ്ലസ് ഇവിടെ ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്, നെക്സ്റ്റ് 1 ടി സ്ക്വയർ ബൈ 2 അതായത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഈ ട്രിപ്പിൾ ഇൻറ്റഗ്രലിനെ നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് 1 by 3 minus 1 is 2 factorial integral 0 to x minus t whole raised to 3 minus 1 is 2 u of t dt. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 6. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്കിപ്പോൾ y ഡാഷ് ഓഫ് എക്സ്, അതായത് ഡെറിവേറ്റീവ് ഉള്ളതെല്ലാം ഓർഡിനറി y ഓഫ് എക്സിൽ ആൻസർ വന്നു അല്ലേ. അപ്പോൾ വന്നപ്പോൾ ഇനി നമ്മൾ ഈ വാല്യൂസ് എല്ലാം നമുക്കുള്ള ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതായത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇതാണ്ട് y ട്രിപ്പിൾ ഡാഷ് ഇത് അല്ലേ. ഇനി y ഡാഷ് എഴുതിയേക്കുന്നത്, y ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y ഡാഷ് അല്ല, y ഡബിൾ ഡാഷ് 3, y ഡാഷ് വന്നേക്കുന്നത് y ഡാഷ് വന്നേക്കുന്ന 5, അതുപോലെ തന്നെ y വന്നേക്കുന്നത് 6. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2, 3, 5 and 6 ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u ഓഫ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു y ഡബിൾ ഡാഷിൻ്റെ പ്ലസ് 6 ഇൻറ്റു y ഡാഷിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ -5 ഇൻറ്റു വൈ ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ടേംസിനെ എല്ലാം ഇൻറ്റഗ്രൽ സൈനിനകത്ത് വരുന്നതെല്ലാം ഒന്നിച്ചാക്കി ബാക്കി 1 കോൺസ്റ്റൻറ്റ് എക്സ് സ്ക്വയറിൻ്റെ ടേം എല്ലാം സിംപ്ലിഫൈ ചെയ്ത് എഴുതി ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ തന്നെയാണ്. y double dash of x plus y of x equal to cos x, y of 0 equal to 0, y dash of 0 equal to 1. അപ്പോൾ ആദ്യം ഗിവൺ ഇക്വേഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഹയസ്റ്റ് പവർ വന്നേക്കുന്നതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ടുകൊണ്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് ആ റൈറ്റ് ഹാൻഡ് സൈഡ് ടേമിനെ യു ഓഫ് എക്സ് എന്ന് എഴുതണം. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കും. ഇനി ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് 2 with respect to x and over the limit 0 to x. അതുപോലെ തന്നെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. y dash of 0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയല്ല. ഇത് അതിനെക്കാട്ടി സിമ്പിളാണ്. 2 y സ്ക്വയർ ആണ്, സോറി y ഡബിൾ ഡാഷ് ആണ് ഇവിടുത്തെ ഹയസ്റ്റ് പവർ. മറ്റേ നമ്മൾ ചെയ്തത് y ട്രിപ്പിൾ ഡാഷ് ആണ്. അപ്പോൾ ഇതിപ്പം നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.